മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായമാകുന്ന ഒരു അമല് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ അമല് ചെയ്താൽ അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കാൻ കഴിയും, അങ്ങനത്തെ ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണം. മഹാനവറുകൾ പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പ്രിയം വെക്കുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തിരിച്ച് നിന്നെയും പ്രിയം വെക്കും. അള്ളാഹു അവൻ്റെ ഔലിയാക്കളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്, അവരുടെ കാട്ടിക്കൂട്ടലുകളിലേക്കല്ല, അവരുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയങ്ങളിൽ നിന്റെ പേര് കണ്ടാൽ നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ അത് വലിയ കാരണമായേക്കാം, നിമിത്തമായേക്കാം. അപ്പൊ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നീ ഇഷ്ടപ്പെട്ടാൽ ഔലിയാക്കൾ നിന്നെയും ഇഷ്ടപ്പെടും. അപ്പൊ അവരുടെ ഹൃദയത്തിൽ നീ കയറിക്കൂടിയാൽ, ഔലിയാക്കളുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടിയാൽ, നിന്റെ പേര് ഔലിയാക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാൽ, അല്ലാഹു തആല ഔലിയാക്കളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്റെ പേര് കാണുമ്പോൾ അല്ലാഹു തആല നിന്റെ പാപം പുറത്തു തരാൻ അത് വലിയ കാരണമായേക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ അമ്പിയാക്കളോടും ഔലിയാക്കളോടുമുള്ള അള്ളാഹുവിൻ്റെ മഹാന്മാരോടുള്ള മഹബത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ് പോലുള്ള അമലുകൾ, അതിൻ്റെ രൂപങ്ങളും കോലങ്ങളും പറഞ്ഞാൽ നമുക്ക് തന്നെ കേൾക്കാൻ കഴിയുകയില്ല. അത്ര രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ അവസ്ഥ. പറയാതിരിക്കലാ നല്ലത്. നമ്മൾ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടോ? നമ്മളെ നോമ്പ് കൊണ്ട്, നമ്മളെ സൽക്കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? എവിടെ ഉറപ്പ് കിട്ടുന്നു? എത്രായിരം നൂറായിരം പാളിച്ചകളാണ്, പോരായ്മകളാണ്. എന്നാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അമൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അള്ളാഹുവിൻ്റെ മഹാന്മാരോടുള്ള മഹബത്താണ്, അവരോടുള്ള സ്നേഹമാണ്. അവരെ മഹബത്ത് വെച്ചാൽ അവർ നമ്മളെയും മഹബത്ത് വെക്കും. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മളെ കൈപിടിക്കാൻ അതൊരു സഹായമാകും. അവർ നാളെ നമ്മളെ കൈപിടിക്കാൻ ഒരു കാരണമാകും. നിങ്ങളെ മഹബത്ത് വെച്ച ആളാണ്, നിങ്ങളെ മൗലിദോദിയ ആളാണ്, നിങ്ങളെ മദ്ഹ് പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് അതിലൂടെ അവരുടെ സ്നേഹം കിട്ടാനും അവരെ ശഫാഅത്ത് കിട്ടാനും നമുക്ക് വലിയ സഹായമാകും. അല്ലാഹു തആല അവൻ്റെ മഹാന്മാരെ മഹബത്ത് വെക്കുന്നവരെ കൂട്ടത്തിൽ, മഹാന്മാരെ തിരിച്ചിങ്ങോട്ട് മഹബത്ത് വെക്കുന്നവരുടെ ആളുകളിൽ നമ്മെയും നമ്മുടെ ബന്ധങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.